അല്ല, തീർച്ചയായിട്ടും പോകണമല്ലോ. ഗവൺമെൻറ് എല്ലാ പ്രോസിക്യൂഷൻ എല്ലാ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുക, ഒരു കുറ്റപത്രം കൊടുത്തിരിക്കുക. ആ കുറ്റപത്രത്തിൽ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. ഇത് അവസാന വിധിയല്ലല്ലോ, അപ്പീൽ കോടതി ഉണ്ടല്ലോ. ഞാൻ കോടതി വിധി വരാത്തതുകൊണ്ടാണ് ഞാനത് വിശദമായി സംസാരിക്കാത്തത്. കാരണം എന്തിൻ്റെ കാര്യത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് എന്ന് ജഡ്ജ്മെൻറ്റ് വായിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോസിക്യൂഷൻ ഒരു കേസ് ഉണ്ടല്ലോ, പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയും. ആ കേസ് മുഴുവൻ ജയിച്ചിട്ടില്ല, പകുതിയെ ജയിച്ചുള്ളൂ, പകുതി ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ, പകുതി ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ സാധാരണ പോകണം. സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അതിപ്പോൾ അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കുന്ന ജോലിയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക്. മര്യാദക്ക് കിടക്കുന്ന മാന്യന്മാരെ തെറിയഭിഷേകം ചെയ്യുകയും അവരെ ചെളി കൊണ്ട് വാരി പൊത്തുകയും ചെയ്യുന്ന പരിപാടിയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അത് ഞാൻ ഒരു വാക്ക് പറഞ്ഞത് നിങ്ങളെപ്പോഴും മനസ്സിൽ വെച്ചാൽ മതി. സോഷ്യൽ മീഡിയ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നല്ല ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റി സോഷ്യൽ മീഡിയ കൊണ്ട് നിങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെട്ടത് എവിടെയാണ്? സോഷ്യൽ മീഡിയയിലല്ലേ. പണ്ടങ്ങാണ്ടായിരുന്നു അങ്ങനത്തെ പ്രശ്നം. വനിതാ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയയിലാണ്. ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ല. അപ്പോൾ ഇതിനൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘത്തിന് പണം കൊടുത്തും അല്ലാതെയും അവരെ സ്വാധീനിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള അതിക്രമം അവസാനിപ്പിച്ച മതിയാവും. ഞാൻ പറഞ്ഞല്ലോ, ആര് തെറ്റ് ചെയ്താൽ അതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ടെങ്കിലും തെറ്റ് തന്നെയാണ്. ഞങ്ങളൊന്നും അതിനെ ന്യായീകരിക്കില്ല ഒരിക്കലും. ഒരു സ്ത്രീക്കെതിരെ ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്താൽ അതിന് നീതിന്യായ സംവിധാനങ്ങളുണ്ട്, അതുവഴി പോവാം. സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല കുറ്റം ചെയ്യുക. പക്ഷേ സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുക എന്നത് ഇപ്പോൾ പതിവാണ്, അപമാനിക്കപ്പെടുകയാണ്. പുരുഷന്മാരും അതെ, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്കൊക്കെ എല്ലാ ദിവസവും നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ ചിലർ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. ചില യൂട്യൂബ് ചാനലുകൾ ഡെയിലി 5ഉം 10ഉം കാർഡുകളും വീഡിയോയും ഇടുകയാണ്. മനസ്സിലായില്ലേ? അപ്പം നമുക്കൊക്കെയുള്ള ആത്മവിശ്വാസവും ജനങ്ങൾ അത് മറികടന്ന് ചിന്തിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. വളരെ അല്ല, ഞാൻ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ ആരെങ്കിലും കുറിച്ചോ അല്ല പറയാൻ. ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സിലെ ഈ ഒരു നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായിട്ടാണ് ഒരു നടപടി എടുത്തത്. ആർക്ക് നേരെയായിരുന്നു ആക്രമണം? എനിക്ക് നേരെയായിരുന്നു. നിങ്ങളെല്ലാം കണ്ടതല്ലേ, നിങ്ങൾ തന്നെ ചോദിക്കുകയും ചെയ്താൽ ഞാനപ്പോൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി അത് ഇന്നായാലും നാളെയായാലും അതാണ്. നമ്മളെ ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ തീരുമാനം എടുക്കണം. അത് ഈ വിധിക്ക് വന്നതിന് ശേഷം ഈ ദിലീപിന്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഉന്നത പോലീസ് മേധാവിക്കെതിരെയുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്താണെന്ന്. എല്ലാവർക്കും അവരവരുടെ വശങ്ങൾ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ വിധി വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്, ആ തെളിവുകൾ എത്രമാത്രം വിശ്വസനീയമാണ്, ആ തെളിവുകളെ കോടതി എങ്ങനെയാണ് നോക്കിക്കണ്ടത്. കോടതി അത് തെറ്റായ രീതിയിലാണ് നോക്കിക്കണ്ടതെങ്കിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോയി ആ അപ്പീലിൽ ആ കോടതിയുടെ തെറ്റായ നിഗമനങ്ങളെ ചോദ്യം ചെയ്യാം. അതല്ലേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകത. അത് വിധി വരട്ടെ, വിധി വന്നു കഴിയുമ്പോൾ കൂടുതൽ പറയാം.